ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. കുറച്ച് ദിവസമായി ഈ വ്ളോഗ് എടുത്ത് വെച്ചിട്ട് എഡിറ്റിംഗ് മടി കൊണ്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്ക് നേരെ വ്ളോഗിലോട്ട് പോവാം. അപ്പോൾ ഇന്നിപ്പോൾ വ്ളോഗ് ഞാനൊരു ഈവനിങ് ഒക്കെ എപ്പോഴാണ് എടുത്തു തുടങ്ങിയത്. തുടക്കത്തിൽ തന്നെ അടിച്ചു വരൽ എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം ഒരു ചെറിയ മഴക്കാറൊക്കെ ആയിട്ട് മഴയൊക്കെ പെയ്ത് നല്ല കാറ്റുണ്ടായി. അപ്പോൾ ആ കാറ്റിൽ പുറത്തുള്ള പൊടി മൊത്തം വീട്ടിൻ്റെ ഉള്ളിലോട്ട് കയറി ഒരു റെഡ് കളർ പോലത്തെ പൊടി. അപ്പോൾ അതിപ്പോൾ എനിക്കെന്തൊക്കെയോ പോലെ ആണ്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഓക്കെ നമുക്ക് അടിച്ചു വാരി തുടയ്ക്കാമെന്ന്. പിന്നെ ഇന്നും കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ മഴക്കാറാവണുണ്ട് കേട്ടോ വൈകുന്നേരം. അല്ലെങ്കിൽ വൈകുന്നേരം ഭയങ്കര വെയിലായിരിക്കും. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് മഴക്കാറൊക്കെ പോലെ ഉണ്ട്, ഇടയ്ക്ക് മഴയും പെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ വേഗം തുടച്ചു. യൂഷ്വലി ഞാൻ തുടയ്ക്കലൊക്കെ ഒന്നില്ലേ രാവിലെ ഉച്ചയ്ക്കുള്ള ചെയ്യും, അല്ലെങ്കിൽ രാത്രി ചെയ്യും. ഈവനിങ് അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ ഇന്നിപ്പോൾ വിചാരിച്ചു ഫ്രീ ആയതുകൊണ്ട് ഓക്കെ ഈവനിങ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ വേഗം തുടച്ചൊക്കെ എടുത്തു. മഗ്രിബിന് ബാങ്കെല്ലാം കൊടുത്ത് പോയി നിസ്കരിച്ച് വന്നിട്ട് ഞാനിതാ നമ്മുടെ ചിക്കൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. രാത്രി എന്തെങ്കിലും ഫുഡ് ആക്കാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ കോളിഫ്ലവർ ഞാൻ നേരത്തെ എടുത്ത് വെച്ചാണ്. ആദ്യം ഞാൻ വിചാരിച്ചത് എന്താണെന്ന് വെച്ചാൽ ഓക്കെ നമുക്ക് അതുകൊണ്ട് വല്ല സ്നാക്ക് പോലെ എന്തെങ്കിലും ഫ്രൈ അങ്ങനെ എന്തെങ്കിലും കഴിക്കാനാക്കാമെന്ന് വിചാരിച്ചത്. നമ്മൾ ചായ ആയിട്ട് അങ്ങനെ കുടിക്കാറില്ല കേട്ടോ. നമുക്ക് ചായ അങ്ങനെ വേണ്ട, നമ്മളങ്ങനെ കുടിക്കാറില്ല. അപ്പം അങ്ങനെ വെറുതെ ഇടയ്ക്ക് ഇതുപോലെ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ കുടിക്കും. ചായ കുടിക്കില്ല, നല്ല സ്നാക്സ് കഴിക്കും. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് എടുത്തു വെച്ചാണ്. പിന്നെ ഞാൻ തുടയ്ക്കലൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ പിന്നെ അത് നടന്നില്ല. അപ്പോൾ ഞാൻ നോക്കി രാത്രിത്തേക്കുള്ള എന്തിനെങ്കിലും കോളിഫ്ലവർ എടുക്കുക. അപ്പോൾ സത്യം പറഞ്ഞത് കുഞ്ഞു കോളിഫ്ലവർ ആയിരുന്നു, ഫുൾ എടുത്താൽ മതിയായിരുന്നു. പിന്നെ എൻ്റെ ഒരു കോൺഫിഡൻസിൽ ഞാൻ വിചാരിച്ചു ചിക്കൻ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇത്രയും കോളിഫ്ലവർ എന്ന് പറഞ്ഞിട്ട് പകുതി എടുത്തുള്ളൂ. ഞങ്ങൾക്ക് കറക്റ്റായിരുന്നു, പക്ഷെ കുറച്ചുകൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായെന്ന് തോന്നി. അങ്ങനെ കോളിഫ്ലവറൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ എപ്പോഴും ഭയങ്കര ചെറുതായിട്ടാണ് ക്ലീൻ ആക്കാറ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് പൊരിക്കാൻ സുഖം ചെറുതായിട്ട് ക്ലീൻ ആക്കിയാലായിരിക്കും. അല്ലെങ്കിൽ ഭയങ്കര കട്ടിക്ക് ഇതാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ വെന്തൊന്നും കിട്ടില്ല കേട്ടോ സൈഡ്. പിന്നെ ഈ കോളിഫ്ലവറിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് 2-3 വീഡിയോസിലായിട്ട് ഞാൻ ഈ സെയിം റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർക്ക് ഞാൻ ലിങ്ക് അടിയിൽ കൊടുക്കുക. അപ്പോൾ കോളിഫ്ലവർ മസാല ഒക്കെ തേച്ച് അങ്ങനെ വെച്ചൊക്കെയാണ് പൊരിക്കാൻ വേണ്ടി. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ടൈമിൽ നല്ലോണം വിശക്കുന്നുണ്ടായിട്ട് അപ്പോൾ അയ്യൂനോട് ഷവർമ്മ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായി. അങ്ങനെ അതെല്ലാം കഴിച്ചു ഞങ്ങൾ. അപ്പോൾ അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ടി വിയും കണ്ടിട്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്ക് കോളിഫ്ലവർ പൊരിക്കാൻ വെക്കാം. സത്യം പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും അല്ല 6:30-7 മണി ആയിട്ടുള്ളൂ എന്ന്. ഇല്ല, 8 മണി എന്തോ ആയിട്ടുണ്ട്. ഞാനിങ്ങനെ അനങ്ങിയാണ് ചെയ്യണത്. പിന്നെ വീഡിയോ കൂടി എടുക്കുന്നതുകൊണ്ട് കുറച്ചുകൂടി സംഭവങ്ങൾ ലേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് ഫാസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. കാരണം ഞാൻ നെയ്ച്ചോറും ബട്ടർ ചിക്കൻ പോലെ ഒരു കറിയും നെയ്ച്ചോറും പിന്നെ ഈ കോളിഫ്ലവറിൻ്റെ സംഭവം വെക്കാമെന്നാണ് പ്ലാന്. പിന്നെ ബട്ടർ ചിക്കൻ ഒത്തൻറ്റിക് റെസിപ്പി അല്ല, കാരണം കുറച്ച് സംഭവങ്ങൾ ആഡ് ചെയ്യാനുണ്ട്. അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ആഡ് ആക്കിയിട്ടില്ല കേട്ടോ. അതൊക്കെ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ്റെ മാരിനേഷൻ നോക്കാം കറിക്കായിട്ടുള്ള. അതിനായിട്ട് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ ഗരം മസാല, ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ്, പിന്നെ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് വേണം. പിന്നെ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കണം. ഇത്രയാണ് നമ്മുടെ ചിക്കൻ്റെ മാരിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചെയ്തിട്ട് നല്ലോണം ചിക്കൻ അങ്ങോട്ട് മിക്സാക്കി കൊടുക്കുക. ഇതിൽ നമ്മൾ കുറച്ച് നേരം ഈ മാരിനേഷനിൽ വെക്കണം ഈ ചിക്കൻ. അതാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ
ബട്ടർ ചിക്കൻ്റെ ഒരു ഇത് കുറച്ച് നേരം അത് വെക്കണം. കാരണം ഈ ചിക്കൻ നല്ല സോഫ്റ്റ് ആവണം. ഇപ്പോൾ ഇവിടെ എനിക്ക് വെക്കാനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മസാല തേച്ച പാടെ തന്നെ പൊരിക്കുകയാണ്. അപ്പോൾ അതവിടെ പൊരിക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലെല്ലാം വെച്ചിട്ട് അങ്ങോട്ട് പൊരിച്ചെടുക്കുക. ഓവറായിട്ട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, ചിക്കൻ നല്ലോണം കുക്കാവണം. അങ്ങനെ അതാ നമ്മുടെ ചിക്കനൊക്കെ അവിടെ നിന്ന് കുക്ക് ആവുന്നുണ്ട്. പിന്നെ നമ്മുടെ കോളിഫ്ലവറും കുക്ക് ആവുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ റെസിപ്പി കാണിക്കുന്നില്ല. ഇനി ഇതാ ലിയ വന്നിട്ടുണ്ടായി. അപ്പം ലിയയും കൂടി ഉച്ചയ്ക്ക് പറഞ്ഞാണ് ഞാനാണ് ഐഡിയ കൊടുത്തത്, നമുക്ക് പിക്നിക്ക് പോലെ ആക്കാമെന്നെല്ലാം പറഞ്ഞിട്ട് കുറച്ച് സ്നാക്സ് എല്ലാം വെച്ചിട്ട്. അപ്പോൾ ഇപ്പോൾ എന്താ അവൾ പറഞ്ഞാൽ നമുക്ക് പിക്നിക്ക് ആക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വേഗം എന്നാൽ നെയ്ച്ചോറ് വെച്ചിട്ട് ഞാൻ വേഗം വരാം, കാരണം അതാകുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാ പണിയും ആവുമല്ലോ. അപ്പോൾ അതാ നെയ്ച്ചോറിനായിട്ട് ഞാനിവിടെ ഈ ഒരു കപ്പിൽ ഓൾമോസ്റ്റ് 2 കപ്പ് അരി എടുക്കുന്നുണ്ട്. ഈ കപ്പിലെടുക്കാൻ കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ ഓരോരുത്തർക്കും ഒരളവ് കപ്പ് എന്ന് പറയാനായിട്ട് ഉണ്ടാവില്ല. എൻ്റെതിൽ ഇതാണ്. നമ്മൾ 4 പേർക്ക് 2 കപ്പ് ധാരാളമാണ് കേട്ടോ. റൈസ് അങ്ങനെ അത് നല്ലോണം കഴുകിയെടുക്കുന്നുണ്ട്. പിന്നെ ഇത് അപ്പോഴേക്കും നമ്മുടെ കോളിഫ്ലവർ സംഭവം ആയിട്ടുണ്ട്. അപ്പം അത് ഞാൻ കൊണ്ടുപോയി എടുത്തു വെച്ചു. ഇനി ഇതാ നമ്മുടെ നെയ്ച്ചോറിനുള്ള കട്ടിങ്സാണ് നടക്കുന്നത്. നമുക്ക് നെയ്ച്ചോറിൻ്റെ റെസിപ്പി നോക്കാം, എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, എന്നാലും ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോൾ എടുത്തു വെച്ചാണ്. അപ്പോൾ അതാ നമുക്ക് ആദ്യം തന്നെ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം നമ്മുടെ പാനിലോട്ട്. അത്യാവശ്യം നല്ലോണം ഒഴിച്ചു. പിന്നെ അതിലോട്ട് നമുക്ക് ഓയിൽ, ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ അതിന് ശേഷം നമ്മുടെ ഹോൾ സ്പൈസസ്, പട്ട, ഗ്രാമ്പു, ഏലക്ക, വലിയ ജീരകം, പിന്നെ നമ്മുടെ വേപ്പിലയും സവാള ഇട്ട് കൊടുക്കുക. സവാള സ്ലൈസ് ചെയ്തത് നൈസായിട്ട്. പിന്നെ അതിലോട്ട് കുറച്ച് നമുക്ക് ക്യാരറ്റ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. എന്നിട്ട് സവാള ഒരു ബ്രൗൺ കളർ ആവുന്ന വരെ ആക്കുക. ഞാനിങ്ങനെയാണ് നെയ്ച്ചോറ് വെക്കാറ്. ചിലവർ വേറെ സെപ്പറേറ്റ് സവാള പൊരിച്ചിട്ട് അങ്ങനെ ഇടും. ഇവിടെ ഞാൻ എന്താ ചെയ്യാറെന്ന് വെച്ചാൽ ഇതുപോലെ ഇതിൽ തന്നെ സവാള പൊരിച്ചിട്ട് അങ്ങോട്ട് കുക്കാക്കും. പക്ഷേ കാഷ്യൂനട്ടും മറ്റു സംഭവം ചേർക്കണമെങ്കിൽ അത് സെപ്പറേറ്റ് തന്നെ പൊരിച്ച് ചേർക്കണം കേട്ടോ. അത് ഇതിലോട്ടിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ടേസ്റ്റ് മൊത്തപ്പടി മാറും. പിന്നെ അതിന് ശേഷം നമ്മൾ നേരത്തെ കഴുകി മാറ്റി വെച്ച അരി ഈ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് വറുത്തെടുക്കുക ആ എണ്ണയിലൊക്കെ. എന്നിട്ട് നമുക്ക് 1 ഗ്ലാസ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള അളവിൽ വെള്ളം ചേർത്ത് ഉപ്പും ഇട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും ഇട്ട് മൂടി വെച്ച് തിളപ്പിക്കുക. ഉപ്പെന്ന് പറയുമ്പോൾ അതായത് നമ്മളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ കുറച്ചൊന്ന് മുന്നിൽ നിൽക്കണം ഉപ്പ്. അപ്പോൾ കറക്റ്റ് ആയിക്കോളും വെന്ത് കഴിഞ്ഞ് വരുമ്പോൾ. പിന്നെ അതാ ഞങ്ങളവിടെ ഇരുന്ന് പിക്നിക്ക് എന്നൊക്കെ വിചാരിച്ച് കഴിക്കുകയാണ് റൂമിലിരുന്നിട്ട്. വേറൊന്നുമില്ല, കുറച്ച് 2-3 ഐസ്ക്രീം ഉണ്ട്, പിന്നെ മാർഷ്മെലോ പോലത്തെ എന്തോ സംഭവം ഉണ്ടായി, ബിസ്ക്കറ്റ് ഉണ്ടായി, അതൊക്കെ ഒരു രസം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ചോറ് കുറച്ചായിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ ചോറ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചോറ് നമ്മളിങ്ങനെ മറിച്ചിടുന്ന പോലെ ചെയ്യണം. അതായത് ഇടയ്ക്കൊന്ന് ജസ്റ്റ് ഒന്ന് മറിച്ചിടണം. അതെന്തിനാന്ന് വെച്ചാൽ അവസാനം ചോറ് അടിപിടിക്കാണ്ടിരിക്കാനാട്ടോ. അപ്പോൾ ഇടയ്ക്ക് അതുപോലെ എപ്പോഴെപ്പോഴല്ല നല്ല ഇടയ്ക്ക്. ഇനി നമുക്ക് നമ്മുടെ ബട്ടർ ചിക്കൻ്റെ ഇത് നോക്കാം. അപ്പോൾ നമ്മൾ ചിക്കൻ പൊരിച്ച എണ്ണയിലോട്ട് തന്നെ ഇനി നമുക്ക് മസാല വഴറ്റാനുള്ള എണ്ണ ബാക്കി വെച്ചിട്ട് സവാള, തക്കാളി, പച്ചമുളക് ഇത്ര ഇട്ട് നല്ലോണം വഴറ്റുക. പിന്നെ ഹോൾ സ്പൈസസ് ആയ നേരത്തെ പറഞ്ഞ പോലെ പട്ട, ഗ്രാമ്പു, ഏലക്ക ഒക്കെ ഇട്ട് കൊടുക്കുക. അതിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മൂടി വെച്ച് അത് വേവിക്കുക. അപ്പോൾ അതാ കണ്ട ഇതുപോലെ കുറച്ച് കുക്കാവുമ്പോൾ തന്നെ ഇതുപോലെ ഇങ്ങനെ മറിച്ചിടുക. ഉടയ്ക്കരുത് റൈസ്. ഇപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് ചെയ്യണോണ്ടാണ് കുറച്ചൊരു ഇത്, നിങ്ങൾ കറക്റ്റായിട്ടത് മറിച്ചിട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫുള്ള് കുറച്ചുകൂടി കുക്കാവാനുണ്ട്. പിന്നെ റൈസ് കുക്കായിട്ടുണ്ട് നമ്മുടെ കുറച്ച് നേരം വെച്ച് ചെയ്യുമ്പോൾ. പിന്നെ ചിലപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടാവും റൈസ് കുക്കായി കഴിഞ്ഞിട്ടും. അത് നമ്മൾ പൂട്ടി വെച്ചാൽ മതി. അതൊന്ന് കുറച്ച് നേരം പൂട്ടി വെച്ച് കഴിയുമ്പോൾ ആ വെള്ളമൊക്കെ വച്ച് കറക്റ്റ് ആയിക്കോളും ആവിയിലിരുന്ന്.
ഇനി ഇതാ നമ്മൾ നേരത്തെ അത് തക്കാളിയും സവാളയൊക്കെ വേവിക്കാൻ വെച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായില്ലേ, അതിലോട്ട് നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല ഇത്ര ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും നോർത്ത് ഇന്ത്യൻ സ്പൈസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ മിക്സ് എല്ലാം കറക്റ്റാണ് കേട്ടോ നമ്മുടെ ബട്ടർ ചിക്കനായിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതാ നമ്മൾ അത് അരയ്ക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ഇനി നമ്മളൊരു സെയിം പാനിലോട്ട് തന്നെ കുറച്ച് ഓയിലും പിന്നെ ബട്ടറും കൂടി ഇട്ട് ചൂടാക്കിയെടുക്കുക. അതിന് ശേഷം നമ്മുടെ അരച്ച് വെച്ച സവാളയും തക്കാളിയുടെ മിക്സ് ഇട്ട് കൊടുക്കുക. നല്ലോണം അരയണം കേട്ടോ. പിന്നെ നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കുക. പിന്നെ കസൂരി മേത്തി അവസാനം ഇട്ടാൽ മതി. ഞാൻ ഇപ്പോൾ ഇട്ടുന്നുള്ളൂ. എന്നിട്ട് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കുക. ഇതിലോട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സവാളയും തക്കാളിയുടെ മിക്സിലോട്ട് നമുക്ക് കാഷ്യൂനട്ടും കൂടി ചേർക്കണം. അത് എൻ്റെ കയ്യിൽ ഉണ്ടായില്ല, അതാണ് ചേർക്കാത്തത്. ബാക്കിയെല്ലാം കറക്റ്റാണ്. അങ്ങനെ നെയ്ച്ചോറെല്ലാം കൂട്ടി നമ്മൾ ഫുഡ് കഴിച്ചു. അങ്ങനെ അതെല്ലാം ശേഷം രാത്രി ബുക്ക് വായിച്ചുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ബുക്കെല്ലാം വായിച്ചിട്ട് അങ്ങനെ കിടക്കും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.